നമസ്കാരം. യമനിലെ ഹൂതികൾ അടങ്ങുന്ന മട്ടില്ല. അവരുടെ ആക്രമണ പരമ്പര നീളുകയാണ്. ഏറ്റവും അവസാനവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇസ്രയേലിന് നേരെ ഇപ്പോൾ നടന്ന ഹൂതികളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേവ് ഓഫ് അറ്റാക്കാണ്. ഏതാനും ബാലിസ്റ്റിക് മിസൈലുകൾ മധ്യ ഇസ്രയേലിന് നേരെ ഹൂതികൾ തൊടുത്തുവിടുന്ന ഒരു കാഴ്ച. യമനിൽ നിന്നുകൊണ്ട് 2000-ൽ പരം കിലോമീറ്ററുകൾ കവർ ചെയ്തുകൊണ്ട് മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി നീങ്ങിയ ഹൂതി മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രയേൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നും ആണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇതിൻ്റെ സൂചന എന്താണ്? എത്രയെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അമേരിക്കയുടെ അതിശക്തമായ ആക്രമണം കഴിഞ്ഞ ആഴ്ച ഉണ്ടായി ഹൂതി കേന്ദ്രങ്ങളിൽ ഹൂതികളുടെ നേതാക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിയ ഒരു സീരീസ് ഓഫ് അറ്റാക്സ്. അത് അമേരിക്കൻ യുദ്ധക്കപ്പലല്ല, വിമാനവാഹിനി കപ്പലായ ഹാരി എസ് ട്രൂമാൻ, അതിൽ നിന്നും കുതിച്ചുയർന്ന എയർക്രാഫ്റ്റുകളും അതിൽ നിന്ന് തൊടുത്ത മിസൈലുകളുമാണ് ഹൂതി മേഖലയ്ക്ക് മേലെ സനാ നഗരത്തിനും ചുറ്റുപാടുമുള്ള മേഖലയ്ക്ക് വലിയ നാശം വിതച്ചത്. അതിനുള്ള ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ അലങ്കാരികമായിട്ടാണെങ്കിൽ പോലും ഹൂതികൾ 3-4 വേവ്സായി അമേരിക്കൻ ബാറ്റിൽ ഷിപ്പ് ആക്രമിച്ചു. അത് ചില്ലറ കാര്യമല്ല. കാരണം ഹൂതികളുടെ ടെക്നോളജി പരിമിതമാണ്, ആയുധങ്ങൾ പരിമിതമാണ്, പ്രഹരശേഷി പരിമിതമാണ്. ഇറാൻ്റെ സഹായം ലഭിച്ചിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ കടുത്ത ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ട് അധികം ആയുധങ്ങൾ അവിടെ എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ അവൈലബിൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഹൂതികൾ ധൈര്യപൂർവ്വം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, പ്രത്യേകിച്ച് വിമാനവാഹിനി കപ്പലായ ഹാരി എസ് ട്രൂമാന് നേരെ 3 വേവ്സ് ഓഫ് അറ്റാക്കാണ് നടത്തിയത്. അതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം നിർവീര്യമാക്കാൻ സാധിച്ചു എന്നത് കറക്റ്റാണ്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. അമേരിക്കയുടെ നേവൽ വെസൽസ് അതിൻ്റെ പ്രയാണം 4-1 കുറഞ്ഞു ആ മേഖലയിൽ. അതായത് ബാബൽ മന്ദേബ് എന്ന കടലെടുക്ക് കഴിഞ്ഞ് ഏഡൻ ഉൾക്കടലിൽ നിന്നും ബാബൽ മന്ദേബിലേക്ക് പ്രവേശിച്ച ആ കുപ്പിക്കഴുത്താണ്. അതിൽ നിന്നും ചെങ്കടലിലേക്കുള്ള യാത്ര, ആ ചെങ്കടൽ ഭാഗം നിയന്ത്രിക്കുന്നത് ആ ബാബൽ മന്ദേബ് കഴിഞ്ഞ് ചെങ്കടലിനുള്ളിലേക്ക് എത്തുന്ന കപ്പലുകൾ, അവർക്കെല്ലാം തന്നെ ഹൂതികളുടെ കരയിൽ നിന്നുള്ള ആക്രമണം വളരെ വലിയ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് അമേരിക്കയുടെ 4 കപ്പലുകളിൽ 1 വീതം അതിലേക്ക് കടത്തിവിടുകയും ബാക്കി 3 വളരെ വലിയ ഡിസ്റ്റൻസ് താണ്ടി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ആഫ്രിക്ക എന്ന വൻകര മുഴുവൻ ചുറ്റി യൂറോപ്പിലെത്തേണ്ട ഗതികേടിലായിരിക്കുകയാണ്. ഓരോ കപ്പലും പോകുമ്പോൾ $1 മില്യൺ നഷ്ടമാണ്. അത് വലിയ നഷ്ടമാണ്. അത് ദിവസങ്ങളുടെ നഷ്ടമാണ്. ചരക്കുകൾ കേടാകുന്നു. അത് മാത്രമല്ല എല്ലാ കണക്കുകൂട്ടലുകളും, ലോജിസ്റ്റിക്കൽ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഒരു കോംപ്രിഹെൻസീവ് പാക്കേജായി കണ്ടുകൊണ്ട് ഹൂതികളെ ഉൾപ്പെടെ എലിമിനേറ്റ് ചെയ്യണം. പക്ഷേ ഇതൊരു ഹൈഫനേറ്റഡ് വിഷയമാണ്. പലസ്തീൻ ജനത, ഗാസയിലെ പലസ്തീൻ ജനത ഇസ്രായേലിൽ നിന്നും അഭിമുഖീകരിക്കുന്ന ഭീഷണി, സുരക്ഷാ ഭീഷണി എന്ന് വേണ്ട, അവരുടെ അസ്തിത്വം തന്നെ തുടച്ചു നീക്കപ്പെടുകയാണ്. അതുമാത്രമല്ല അവിടേക്ക് വെള്ളമില്ല, വെളിച്ചമില്ല, ആഹാര സാധനങ്ങളില്ല, സപ്ലൈ റൂട്ടുകളെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പുതിയതായി ഗാസയ്ക്ക് മേൽ തീമഴ പെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഐക്യദാർഢ്യം എന്ന നിലയിൽ ഹൂതികൾ ഗാസയുടെ മണ്ണിലെ ആളുകൾക്ക് വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു കാഴ്ച, ഇത് അഭംഗുരം തുടരുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് ഇത് ലിങ്ക്ഡാണ്. ഗാസയിലെ വിഷയം അവസാനിക്കാതെ ഹൂതികളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ ഒരു സംയമനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ ഒരു സമഗ്രമായ പദ്ധതി തന്നെയാണ് ആവശ്യം. ഇപ്പോഴിതാ ഇസ്രായേൽ ഗാസ സൈനികമായി ഏറ്റെടുക്കാൻ പോകുന്നു എന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നു. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ഇസ്രായേലിൻ്റെ പദ്ധതി നടപ്പാവുകയും അങ്ങനെയെങ്കിൽ അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ഹൂതികളെ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇസ്രായേലിന് അവിടെ ഇനി അധിവസിക്കാനാകൂ, അല്ലെങ്കിൽ നിലനിൽക്കാനാവൂ എന്ന അവസ്ഥ വന്നാൽ ഇതൊരിക്കലും നടക്കാത്ത സ്വപ്നമായി ഒരുപക്ഷെ അവശേഷിക്കാം. കാരണം ഇത്രയും കാലം കഴിഞ്ഞിട്ടും നടക്കാത്തൊരു കാര്യം. കാരണം ഈ ചിന്തയാണ്, ഹൂതികൾ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ചിന്തയാണ്, ഹമാസ് പ്രതിനിധാനം ചെയ്യുന്നതും ഒരു ചിന്തയാണ്, ഹിസ്ബുള്ള ലെബനനിൽ പ്രതിനിധാനം ചെയ്യുന്നതും ഒരു ചിന്തയാണ്. ആ ചിന്തയുടെ ആവിഷ്കാരം
പലപ്പോഴും സമാധാന മാർഗത്തിലല്ല, വയലൻറ്റ് ടേൺ എടുക്കുകയാണ്. അങ്ങനെയാണ് ഭീകരതയും തീവ്രവാദവും ആക്രമണങ്ങളും തട്ടിക്കൊണ്ടുപോകലും ബന്ദി നാടകവും എല്ലാം സംഭവിക്കുന്നത് ഈ ചിന്തയുടെ റിഫ്ലക്ഷൻസ് എന്ന നിലയിലാണ്. ആ ചിന്തയെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ വിഷയമുണ്ട് അവിടെ. അത് പലസ്തീനിയൻ ജനതയുടെ സ്വയം നിർണയാവകാശം എന്നൊരു വിഷയമാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോഴും റൂട്ട് ഓഫ് ദ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ ലോക സമൂഹത്തിനും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒന്നും തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യുന്നൊരു തിരക്കിലാണ്. ആ സിംറ്റമാണ് ഹൂതികൾ, ഒരു സിംറ്റമാണ്. അത് ഹമാസ് തീർച്ചയായും വെല്ലുവിളി നേരിടുന്നു. അപ്പോൾ തീർച്ചയായും ഇറാൻ്റെ പിന്തുണയുള്ള മറ്റ് മിലിഷ്യകൾ, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണല്ലോ ഇറാൻ പറയുക. അപ്പോൾ ഇറാൻ ഏറെ സംയമനം പാലിക്കുന്നു. അടുത്ത കാലത്ത് നേരിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ ഇറാൻ പങ്കെടുക്കുന്നില്ല. പക്ഷേ അയത്തുള്ള അലി ഖൊമൈനിയുടെ ഭാഗത്തു നിന്ന് കർശനമായ പ്രസ്താവന കഴിഞ്ഞ ദിവസവും വന്നു. ഇത് തീർച്ചയായും വലിയ ഒരു സംഘർഷത്തിലേക്കാണ് നീങ്ങുന്നത്. സംയമനം പാലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും സംയമനം പാലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഇറാനിയൻ പ്രസിഡന്റ് പറയുന്നു. അതുകൊണ്ട് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കോംപ്രഹെൻസീവ് പദ്ധതിയിൽപ്പെടുത്തി ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാനുള്ള, അങ്ങനെ ഇറാനെ നിർവീര്യമാക്കിക്കൊണ്ട്, ആണവ മിസൈലുകളില്ല എങ്കിൽ ഇറാന് കാര്യമായി മറ്റൊന്നും ചെയ്യാനാവില്ല. പരമ്പരാഗത കൺവെൻഷണൽ മിസൈൽ കൊണ്ട് ആക്രമിച്ചാൽ അത് പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇറാൻ ആണവമായി ആക്രമിക്കാൻ തുനിയുകയാണെങ്കിൽ അൺആക്സെപ്റ്റബിൾ ഡാമേജ് ആ പ്രദേശത്തുണ്ടാകും. അത് ഒരുപക്ഷെ ഇറാൻ പൂർണ്ണമായി ഇറാനെ തകർക്കാൻ കഴിയുമായിരിക്കും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ചേർന്നുകൊണ്ട്. പക്ഷേ അതിന് മുൻപ് തന്നെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അൺആക്സെപ്റ്റബിൾ ഡാമേജ്, അത് അറബ് ലോകത്തിന് ആകമാനം ഡാമേജ് ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ ഓരോ വിഷയവും ലോക്കലൈസ് ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം കോംപ്രഹെൻസീവായ ഹമാസ് ഉയർത്തുന്ന വിഷയം, അതായത് പലസ്തീനിയൻ വിഷയത്തിന്, ഗസയുടെ വിഷയത്തിന്, അല്ലെങ്കിൽ പലസ്തീനിയൻ സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ഹൂതി ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും ചീറിപ്പായും. അമേരിക്കൻ കപ്പലുകൾക്ക് ഹൂതികൾ ഒരു പേടി സ്വപ്നമാകും. ഹൂതികളെ നിരന്തരമായി അമേരിക്ക ആക്രമിക്കും, വീണ്ടും ഹൂതികൾ തിരിച്ചടിക്കും, വീണ്ടും ആക്രമിക്കും. അതുകൊണ്ട് ഒരു കാലത്തും ആ ഭാഗത്ത് ശാന്തത ഉണ്ടാവില്ല. വേണ്ടത് ശാശ്വതമായ പരിഹാരങ്ങൾ മാത്രമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ.